ഓളെ കാശുണ്ടായിരുന്നോണ്ട് കയ്യും കാലും ഇല്ലേട്ടാ പോയി പണിയെടുത്ത് ചോദിച്ചൂടെ? അയ്യോ വേണ്ട. സാർ ജോഷ് നിനക്കെന്നെ മനസ്സിലായല്ലേ? പിന്നെ മനസ്സിലാവാതെ എന്താ അവസ്ഥയാണ് ഇത്? നിന്നെയൊക്കെ പഠിക്കാൻ വിട്ട സമയത്ത് നീയൊക്കെ പഠിച്ചു, പക്ഷെ എന്നെയൊക്കെ പഠിക്കാൻ വിട്ട സമയത്ത് ഞാനൊക്കെ കളിച്ചു. അതിന്റെ അവസ്ഥയാണത്. നീ സങ്കടപ്പെടല്ലേ? ഞാൻ നിനക്ക് ജോലി സെറ്റ് ചെയ്ത് എന്താ കാലത്തേക്ക്? അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. എന്തായാലും നീ എന്നെ കണ്ടപ്പോ എന്നെ വിളിച്ചല്ല, എനിക്ക് അത് മതി. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇതുവഴി പോയി കഴിഞ്ഞാൽ പോലും മുഖം തിരിച്ച് കളയാറാ പതിവ്. എന്റെ മൈൻഡാറ് പോലും ഇല്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് കഴിഞ്ഞു പറ്റി. എനിക്കിപ്പോ ഇതേ ഉള്ളൂ. വേണ്ട വേണ്ട, നിന്റെ കാശിന് വേണ്ടിട്ടല്ല ഞാൻ നിന്നെ നോക്കിയത്. അല്ല, നിനക്ക് പൈസക്ക് ആവശ്യമുണ്ടോ? ഞാൻ നിന്റെ കയ്യിരിക്കട്ടെ. ഇത് പറഞ്ഞേ കയ്യിരിക്കട്ടെ. എന്തായാലും നമ്മൾ കുറെ നാൾക്ക് ശേഷം കാണണല്ലേ? എന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ചായ കുടിച്ചിട്ടു. പിന്നെ നമുക്ക് ചായ കുടിക്കാം. പിന്നെ നമുക്ക് ചായ കുടിക്കാം. ഞാൻ യൂബർ ബുക്ക് ചെയ്യാം. നിന്റെ ലൊക്കേഷൻ ഒന്ന് പറയോ? എന്റെ വണ്ടിയുണ്ട്, വണ്ടിക്ക് പോവാം. നടുവിനെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഇന്നൊരു ദിവസത്തേക്കല്ലേ നിന്റെ നടുവിന് കംപ്ലൈന്റ് ഒക്കെ കുഴപ്പമില്ല. വാ പോവാ. സൈക്കിൾ, എനിക്ക് സൈക്കിൾ. എന്താ വണ്ടി കയറി? വണ്ടിയോ? ആൾക്കാര് വണ്ടി കയറാം. വണ്ടി കയറാം. ഇത് ആരുടെ കാറ്? ഇത് എന്റെ കാറ്. ഇതിനൊക്കെ കാശ് എവിടെ നിന്ന്? എടാ ഞാനേ ഒരു ദിവസം 1000 പേരെടുത്തിട്ടുണ്ട്. 10 പേര് കാശ് തരും. പിന്നെ ഇടക്കിടക്ക് ഇതേപോലത്തെ ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടും. എങ്ങനെ നോക്കിയാലും മാസം ഒരു 2.5 ലക്ഷം രൂപയൊക്കെ കിട്ടുള്ളൂ. 2.5 ലക്ഷം രൂപ? അതൊക്കെ പോട്ടെ, നിന്റെ സാലറി എത്ര? ഞാൻ ഞെട്ടട്ടെ. 15,000. എന്നിട്ട് അവിടെ ഈ സ്പോട്ട് എങ്ങനെയുണ്ട്? അടാ നല്ല രാശിയുള്ള സ്പോട്ടാണ്. എന്റെ കന്നിത്തണ്ടൽ ഇവിടെ വെച്ചിട്ടായിരുന്നു. ദൈവമേ, 20 വണ്ടി എടുക്കാൻ പറ്റിയേക്കണേ. കിട്ടും, വണ്ടി കിട്ടും.